ഒരു ഗീതകം ഇവിടെ. നിഷ്കളങ്കത ഇത്രയും ആകാമോ? സമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ടോ? സിമിയുടെ കഥ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരം ചില ചോദ്യങ്ങളാണ്. കുട്ടികളെപ്പോലെ നിഷ്കളങ്കയായ നിർമ്മലയായ സിമി. കാണാം സിമിയുടെ കഥ ജീവിതം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായത്തിൽ. ഏവർക്കും സ്വാഗതം. ധർമാധർമ്മങ്ങളെക്കുറിച്ചും പാപപുണ്യങ്ങളെക്കുറിച്ചും കുട്ടിക്കാലം മുതൽ കേട്ട് നന്മ മാത്രം മനസ്സിൽ നിറച്ച ഒരു പെൺകുട്ടി. ഒരൽപ്പം വാശി കൂടിപ്പോയി എന്നുള്ളതാണ് അവളെക്കുറിച്ച് പറയാവുന്ന. ഒരു കുട്ടിയെപ്പോലെ കുടുംബജീവിതത്തിലും തൻ്റെതായ ഒരുപക്ഷെ ബാലിശമെന്ന് സമൂഹം കരുതുന്ന നിർബന്ധങ്ങളുമായി നിൽക്കുകയാണ് സിമി. ഇത്രയും ധാർമ്മികത കാലത്തിന് യോജിച്ചതല്ലെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പോലും തോന്നിപ്പോകാം. ഇതൊക്കെ വെറും വാശി മാത്രമല്ലേ എന്ന് കാണികളും സംശയിച്ചേക്കാം. എങ്കിലും ഒരു കുഞ്ഞിനോടെന്ന പോലെ നമുക്കും തോന്നിപ്പോകും ഒരൽപ്പം വാത്സല്യം സിമിയോട്. ജീവിതം സാക്ഷി. സിനിയല്ലേ തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഞങ്ങളിപ്പോൾ പിരിഞ്ഞ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിൽ. ഹസ്ബൻഡ് വീട് എവിടെയാ? ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത ചേന്നാട്. എത്ര നാളായി പിരിഞ്ഞിട്ട്? 2.5 വർഷം ആകുന്നു. ആ, എന്തായിരുന്നു കാരണം പിരിയാൻ? അത് അയാൾക്ക് വേറൊരു പെണ്ണുമായിട്ട് വിഹിത ബന്ധം ഉള്ളത് കാരണം പിരിഞ്ഞു പോകുന്നത്. ആണോ? ഈ കല്യാണത്തിന് മുമ്പാണോ പിൻപാണോ ഈ ബന്ധം? കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ബന്ധമാണോ? കല്യാണത്തിന് മുമ്പ് ബന്ധമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞ പിന്നെയുള്ള ബന്ധമാണോ ഇത്? ആ, നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അതെ. വീട്ടുകാരൊക്കെ നോക്കി കല്യാണം കഴിച്ചത്? അതെ അതെ. ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട് മേലുകാവിലുണ്ട്. അവിടെ ഇവരുടെ സ്വന്തക്കാരുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ആ അമ്മയുടെ അനിയത്തിയുടെ മക്കൾ കണ്ട് അങ്ങനെ വന്ന കല്യാണാലോചനയാണ്. അങ്ങനെ കല്യാണം കഴിച്ചതാണ് അല്ലേ? അപ്പോൾ സ്ത്രീധനമൊക്കെ ഉണ്ടായിരുന്നോ? സ്ത്രീധനം സ്വർണവും പൈസയും ഒന്നും അധികം കൊടുത്തില്ല. 10 സെൻറ്റ് സ്ഥലമാണ്. പിന്നെ 3-4 പവൻ്റെ സ്വർണവും കല്യാണ ചെലവിനുള്ള പൈസയും കൊടുത്തു. 10 സെൻറ്റ് ആരുടെ പേര് എഴുതി കൊടുത്തു? എഴുതിയൊന്നും കൊടുത്തില്ല. ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. കിട്ടിയോ? ഞങ്ങൾ 3 പെണ്ണുങ്ങളാണ്. അച്ഛന് 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഒരു 10 സെൻറ്റ് എനിക്കുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. പേരിൽ എഴുതി കൊടുത്തില്ല. വിറ്റ് പൈസ ഒക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിക്കാത്ത കാരണം അത് ആരുടെ പേരിലാ സ്ഥലം ഉള്ളത്? 30 സെൻറ്റും ചാച്ചൻ്റെ പേരില്ല. ഞങ്ങൾക്ക് അമ്മയില്ല. ചാച്ചന് അതിലെ ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞു പോന്നിരുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥലം വിറ്റ് അങ്ങനെ ആകുമ്പോൾ ചാച്ചന് ഒന്നും ഇല്ലെന്നാവുകയല്ലേ. പെണ്ണുങ്ങളുടെ വീട്ടിൽ കൂടെ പോയി സ്വന്തമായിട്ടിപ്പോൾ ഒരു വീടുണ്ട് ചാച്ചന്. പെണ്ണുങ്ങളുടെ വീട്ടിൽ കൂടെ പോയി നിൽക്കണ്ടേ ചാച്ചന്? പെൺമക്കളുടെ വീട്ടിൽ നിൽക്കില്ല. അല്ല, ഇപ്പം ഇച്ചിരി പണിയൊക്കെ എടുക്കാം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അവനവൻ ജീവിച്ച വീട്ടിൽ ജീവിക്കാനല്ല ഇഷ്ടം. ഭർത്താവിൻ്റെ പേരെന്താ? സജീവ്. സജീവ് പഞ്ചായത്ത് മെമ്പറായിരുന്നോ? അത് ഞാൻ ചെന്ന് ഇടയ്ക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ SC/STയുടെ അങ്ങനെ ഒരു സംവരണ വാർഡ് വന്നപ്പം അവിടെ നിൽക്കാനൊരു ചെറുപ്പക്കാരന് സജീവോ ഉള്ളായിരുന്നുള്ളൂ. ഓ, ഏത് പഞ്ചായത്തായിരുന്നു? പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത്. പൂഞ്ഞാൽ. വീട്ടിലെ അമ്മായിമ്മൊക്കെ ഉണ്ടായിരുന്നോ? അമ്മായിമ്മ 3 പെങ്ങന്മാരും ഉണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ നല്ല സഹകരണമാണോ? അമ്മ ചെന്ന കാലം മുതലേ വഴക്ക് കൂടുമായിരുന്നു. അത് എൻ്റെ അമ്മ ആദ്യം വഴക്ക് കൂടുന്നത് ഞാൻ കൊച്ചിനെ ഗർഭിണിയായിട്ടിരുന്നപ്പോഴാണ്. അന്ന് ഒരു ദിവസം എനിക്ക് നല്ല തലവേദന വന്നു. അന്ന് എനിക്ക് ഭയങ്കര അവശതയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ രാത്രിയായപ്പം കിടന്നു. നേരത്തെ കിടന്നു. സജീവ് വരുന്നതിന് മുമ്പേ കിടന്നു. അപ്പം അമ്മയ്ക്ക്
അമ്മ അതുവരെ നല്ലോണക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അമ്മയുടെ രണ്ടാമത്തെ മകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിടന്നത് അമ്മ മകൾക്ക് ഇഷ്ടമായില്ല. അമ്മയുടെ അന്നേരം അടുക്കളയിൽ ഇരുന്ന് പറയുന്നത് കേട്ടു, കണ്ടില്ലേ പോയി നേരത്തെ കിടക്കുന്നത് അമ്മ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടാണ്. അവൻ വന്നിട്ട് അവന് ചോറ് കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പോയി കിടന്നാൽ മതിയില്ലേ, ചാച്ചന് കഞ്ഞി കൊടുത്തില്ല, കോഴിക്കൂടൊന്നും അടച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. എനിക്ക് പറ്റുമല്ലാഞ്ഞിട്ടാണ് ഞാൻ കടന്നു പോയത്. അന്ന് ആദ്യമായിട്ട് വെറുതെ ഉള്ള ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴക്ക് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അമ്മ നേരം വെളുത്തതേ വന്ന് 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ഒന്ന് വാതിലെ മുട്ടി. ഇപ്പം പെൺപിള്ളേരാണെങ്കിൽ 4 മണി, ഞാൻ ഗർഭിണിയല്ലേ, എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടില്ല. രാവിലെ 4 മണിക്കാ? 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് വാതിലെ മുട്ടി. അപ്പോൾ രാവിലെ 4 മണിക്ക്? 4 മണി കഴിഞ്ഞു. ആ സമയത്ത് അമ്മ ഒന്ന് വാതിലെ മുട്ടി എന്നെ വിളിച്ചു. പിള്ളേർ നേരത്തെ എഴുന്നേക്കണം. അമ്മയുടെ മകളും ഗർഭിണിയായിരുന്നു. അവർ പ്രസവത്തിന് വന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വന്ന് നിന്നതാണ്. അവർക്ക് എൻ്റെ അത്രയും ക്ഷീണമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് അതിനേക്കാട്ടിലും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കത്തില്ലാതെ. അപ്പോൾ അവരത് മനസ്സിലാക്കേണ്ടതല്ലേ എനിക്ക് ഇങ്ങനെ വിഷമമുണ്ടെന്ന്. അതെ. സജീവായിട്ട് എപ്പോഴാണ് വഴക്ക് തുടങ്ങിയത്? എന്ന് മുതലാണ് വഴക്ക് തുടങ്ങിയത്? സജീവ ഈ മെമ്പർ സ്ഥാനം പോയി കഴിഞ്ഞപ്പം പിന്നെ സജീവ ഇങ്ങനെ കൂട്ടുകൂടി അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് കള്ളു കുടിക്കാനുമൊക്കെ. അതിനു മുമ്പും കുടിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നെന്ന് എന്നോട് പെങ്ങളടുത്ത് താമസിക്കുന്നുണ്ട്. പെങ്ങളുടെ പിള്ളേർ എന്നോട് പറയുമായിരുന്നു, ഞാൻ കല്യാണം കഴിച്ച് തന്നു കഴിഞ്ഞ് പറയുമായിരുന്നു ഇങ്ങനെ സജിമാമനെ കുടിക്കാനൊന്നും വിടല്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന പോലെ അവർ വെളിയിലിറങ്ങി പോകുന്നവരല്ലേ, അവർ ഞാൻ പറയുന്ന പോലെ നടക്കുമല്ലോ. അങ്ങനെ കുടിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുമോ? കുടിച്ചിട്ട് കുടി കഴിഞ്ഞാൽ സജീവന് വെളിവൊന്നുമില്ല, പ്രാന്ത് പോലെയാണ്. എന്ത് ചെയ്യും? കുടി കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുടി കഴിയുമ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മേനെയായിരുന്നു വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയും ചാച്ചനും നല്ല പോണക്ക് നോക്കിയില്ല. ചെറുപ്പത്തിലെ നല്ല പോണക്കൊന്നും അല്ല അവരെ വളർത്തിയതും നോക്കി. ചാച്ചന് ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കും. അന്നേരം ചാച്ചനെ അമ്മേനെയായിരുന്നു കാണത്തില്ലാത്ത. അപ്പോൾ അമ്മ വിചാരിക്കും ഞാൻ ഉള്ളത് ഞാൻ കാരണമാണ് ഇതൊക്കെ അങ്ങനെ പറയുന്നതെന്നൊക്കെ. ഉപദ്രവിക്കുമായിരുന്നോ? ഒരു ദിവസം സജീവനെ കണ്ടമാനം ഉപദ്രവിച്ചു. എന്ത് ചെയ്തു? സജീവ് ഒരു ദിവസം അടുത്ത വീട്ടിലെ ഒരു ചീത്ത മനുഷ്യൻ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു 50-55 വയസ്സൊക്കെ ഉള്ള മനുഷ്യനാണ്. അതിൻ്റെ ചേച്ചി ആശുപത്രിയിലായിരുന്നു. അപ്പം അയാൾ ഇങ്ങനെ ബ്രാൻഡിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് സജീവിനെ വിളിച്ചു കുടിക്കാൻ. സജീവ് അവിടെ പോയിരുന്ന് കുടിക്കുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചീനെ പറ്റി താഴേക്ക് നോക്കി നിന്നിട്ട് അടുത്ത വീട്ടിലെ ചേച്ചീനെ അനാവശ്യം പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവർ രണ്ടുപേരും കൂടെ കുടിയന്മാരും കൂടി. അപ്പം ഞാൻ സജീവിനെ വിളിച്ചിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പം ഞാൻ സജീവിനോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ കൊള്ളാവോ, നമുക്ക് ആ മനുഷ്യൻ അങ്ങനെ ആയി തീർന്നു, നമുക്കിവിടെ ജീവിക്കേണ്ടതല്ലേ, നമുക്ക് ഉപകാരമൊക്കെ ഉള്ള ചേച്ചിയല്ല, അതിനെ അങ്ങനെ പറഞ്ഞാൽ കൊള്ളാവോ എന്ന് ചോദിച്ചു. അത് സജീവിന് ഇഷ്ടപ്പെട്ടില്ല. സജീവ് അന്നേരം ഞങ്ങളുടെ മുറിയിൽ നിന്ന് എന്തോ ഒരു സാധനം വെളിയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുന്ന ഒച്ച കേട്ടോണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പം ഞാൻ അടുക്കള ഇന്ന് കറിക്ക് മുളക് അരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കുറേ വിറക് ഇങ്ങനെ ഒരു ബെഞ്ച് പോലെ അടുക്കളയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ അടുപ്പിൽ വെക്കാൻ പാകത്തിന് കുറച്ച് വിറക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സജീവ് വന്നിട്ട് ഇങ്ങനെ തലമുടിയുടെ പുറകുവശം കൂട്ടി ഇങ്ങനെ പിടിച്ചു വന്നിട്ട് തല പുറത്തേക്ക് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് എൻ്റെ മുഖത്തെല്ലാം ആ വിറകെടുത്ത് ഞാൻ ആ ബെഞ്ചിലേക്ക് അങ്ങ് ഇരുന്നു പോയി. അപ്പോൾ എഴുന്നേറ്റൊന്നും സജീവ് പിടിച്ചാൽ എനിക്ക് എഴുന്നേറ്റ് പോകാനൊന്നും ഉള്ള ശേഷിയില്ല. ഈ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കായിരുന്നത്? അല്ല, കൊച്ചിന് 2-3 വയസ്സ്. 2-3 അവൻ 2-ലോ 3-ലോ പഠിക്കുമ്പോഴാണ്. എൻ്റെ കൊച്ചെൻ്റെ അടുത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് സജീവ് എന്നെ അങ്ങനെ കുറേ അടിച്ചു. ഈ മുഖത്തല്ല അപ്പടി പൊട്ടി ചോരയെല്ലാം ഇങ്ങനെ അടുക്കളയിലൊക്കെ വീണു. അപ്പം ഈ അമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പെരയ്ക്കകത്തു നിങ്ങൾ വരുക. അമ്മ എന്നിട്ട് പറയുക, നിൻ്റെ നാക്കിൻ്റെയാണ്. എന്നാൽ ഈ ചോരയൊക്കെ വീഴുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി, എൻ്റെ കൊച്ചിന് അപ്പടി പേടിയായി. അത് കഴിഞ്ഞ് ഞാൻ ഉറക്കെ കരഞ്ഞു. അന്നേരം അടുത്ത വീട്ടിലുള്ളവർ വന്നു, ഒരു ചേട്ടന് ഓടി വന്നു. അപ്പം ഞാൻ കള്ളു കൊടുത്ത ചേട്ടനും കൂടി ഓടി വന്നു. എന്നിട്ട് തന്നെ സജീവ് അതും അവിടുന്ന് വാക്കത്തിയൊക്കെ തപ്പുക. എനിക്ക് ഭയങ്കര പേടിയായി, എന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ
ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്നെ അങ്ങനെ കൊല്ലാൻ ആരും വന്നിട്ടില്ല. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചു പോയത്. പിന്നെ സജീവ് കുടിച്ചിട്ട് വന്നാൽ ഞാനൊന്നും മിണ്ടുകയില്ല. സജീവ് കുടിച്ചിട്ട് വന്നാൽ പേടി കൊണ്ട്. തൊട്ടടുത്തൊരു കുടിയനായ ഒരു വ്യക്തി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇവന് അവിടെ പോയിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ കാണാഞ്ഞപ്പോൾ അവൻ്റെ അമ്മ ഇവളോട് പറഞ്ഞു, നീ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇവൾ പറഞ്ഞു അമ്മയൊന്ന് വിളിക്കാൻ. അമ്മ പോവുകയല്ല. ഉടനെ ഇവൾ ചെന്ന് വിളിച്ചു, സജീവൻ ചേട്ടൻ ഇറങ്ങി വരാനെന്ന് പറഞ്ഞു. അതവന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം തല്ലി ഇവിടെ ചൊടിയൊക്കെ പൊട്ടിയിരിക്കും, പൊട്ടി. പിറ്റേ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്നാ ചെയ്താന്ന് ചോദിച്ചു. പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഞാനൊരു ചെറിയ തല്ല് വെച്ച് കൊടുത്തു. ആദ്യം പറഞ്ഞൊരു കമ്പ് കൊണ്ടുവന്ന്, പിന്നെ പറഞ്ഞൊരു ചെറിയ തല്ല് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. വെള്ളം അടിച്ച് ഇങ്ങനെ പിള്ളമാരെ ദേഹത്തിന് ശരിയാണോ എന്ന് ചോദിച്ചു. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആണേലും ഞങ്ങൾ ജീവിച്ചങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ആണേലും പിരിഞ്ഞു പോകുകയല്ലായിരുന്നു. സജീവ് ഇങ്ങനെ പിരിഞ്ഞു പോകുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. പിരിഞ്ഞു പോകാൻ എന്താ കാരണം? പിരിഞ്ഞു പോകാൻ ആ ഇടയ്ക്ക് ഞങ്ങളുടെ വീട് പഴയ വീടായിരുന്നു. അതെല്ലാം പൊളിച്ച് വെച്ചിരുന്ന വേറെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു ഷെഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അമ്മയും ഞാനും സജീവും കൂടെ പ്ലാസ്റ്റിക്കും കൊണ്ട് ഷെഡുണ്ടാക്കി പിന്നെ വീട് പൊളിച്ചിട്ടിരിക്കുക. അപ്പോഴാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴെങ്ങാണ്ടായി സജീവിന് ഈ പെൺപിള്ളേനെ കിട്ടുന്നത്. ആ പെൺപിള്ള അവർ കാരണമാണ് ഞങ്ങളിങ്ങനെ പിരിഞ്ഞു പോകും. വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം. ഒരു ദിവസം ആ ഇടയ്ക്ക് ഒരു ദിവസം. പെണ്ണിൻ്റെ പേരെന്താ? പെണ്ണിൻ്റെ പേര് സലോമിന്ന്. അവിടെ അടുത്ത് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് തെടനാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നതാണ്. അല്ലാതെ എനിക്ക് അവളെ പറ്റി ഒന്നും അറിയത്തില്ല. കല്യാണം കഴിഞ്ഞ സ്ത്രീയാണോ? ആ സ്ത്രീക്ക് 3 പിള്ളേരുണ്ട്. എൻ്റെ ബന്ധം എങ്ങനെയാണ് സിനി അറിഞ്ഞത്? ഒരു ദിവസം സജീവ് എവിടെയോ പോയിട്ട് വന്നിട്ട് ഭയങ്കര ബൂസായിട്ടാണ് വന്നു കഴിഞ്ഞപ്പം എന്നും വന്നാലും എന്നെ അങ്ങനെ പറയാറില്ലായിരുന്നു. അമ്മേനെ ഒക്കെ പറയുള്ളായിരുന്നുള്ളൂ. അന്ന് വന്ന് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ഭയങ്കര വഴക്കായിരുന്നേ. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നെ ഉപദ്രവിക്കുമല്ലോ എന്നോർത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇതുപോണക്ക് ഇരുന്ന് എൻ്റെ കൊച്ചും എൻ്റെ മടിയിൽ കയറിയിരുന്നു. ഞാൻ ഒരു മണി വരെ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞ് സജീവിന് ഒച്ചയില്ലെന്നാകുന്ന വരെ സജീവ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ സജീവ് വെട്ടാൻ പോകാൻ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചില്ല. അതിനും അന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അന്നേരം സജീവിൻ്റെ പൂസെല്ലാം പോയി. അപ്പം ഞാൻ സജീവിനെ 2 എണ്ണം പറയാമെന്ന് ഞാൻ ഓർത്തു ഈ കുടിച്ചിട്ട് വരുന്നതിന്. അന്നേരത്തേന് സജീവിനെ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതിലെല്ലാം കയറി ഇടപെടും. അവൻ ഇച്ചിരി ഒന്ന് കുടിച്ചേനാണ് ഇങ്ങനെയൊക്കെ നീ പറയുന്നതെന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ അന്ന് സജീവ് അവൻ പൂസില്ലാത്തപ്പം സജീവ് ഇങ്ങനെ കാണിച്ചിട്ട് സജീവിനെ ഇങ്ങനെ പറയുന്നതെന്ന് സജീവിനറിയാം. സജീവ് അത് കാരണം ഒന്നും മിണ്ടുകയല്ല. പക്ഷെ അമ്മയന്നേരം അമ്മ എല്ലാത്തിൻ്റെ ഇടയ്ക്കുണ്ട്. അമ്മ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. അമ്മ കാരണം ഇപ്പോൾ ആ പെണ്ണ് എൻ്റെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ കയറി വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ സജീവിനെ എങ്ങനെയെങ്കിലും ആളുകളോട് എന്നെങ്കിലും പറഞ്ഞ് ഞാൻ അതിനെ പിടിച്ചെന്നെയായിരുന്നു. വേറെ വരെ സ്വഭാവദൂഷ്യമുണ്ടോ? സ്വഭാവദൂഷ്യമുണ്ട് സജീവിന്. പെണ്ണുങ്ങളോ അങ്ങനെ സ്വഭാവമുണ്ട്. പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? സജീവിന് പെണ്ണുങ്ങളുടെ വൃത്തികെട്ട ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കാണുക, മൊബൈലിലൊക്കെ അത് കൊണ്ടുവന്ന് വൃത്തികെട്ട സിനിമയൊക്കെ കാണാൻ ഒക്കെ അങ്ങനെയൊക്കെ സ്വഭാവമുണ്ട്. മൊബൈലിൽ കാണും. അതെങ്ങനെ അറിഞ്ഞു കാണുന്നുണ്ടെന്ന്? സജീവ് സലോമി കൂടിയ ഇടയ്ക്ക് ഒരു ദിവസം സജീവ് വലിയ സ്ക്രീനുള്ള ഒരു ടച്ച് ഫോണൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുക വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പം എന്നോട് പറഞ്ഞു നീ അത് എടുത്ത് നോക്കുകയൊക്കെ ചെയ്താൽ അത് പെട്ടെന്ന് പോകും, അതുകൊണ്ട് എന്നോട് അത് എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഒരു ദിവസം വലിയ വഴക്കുണ്ടാക്കി ഒരു ദിവസം സജീവിൻ്റെ ഫോണിൽ ഞാൻ തലേ ദിവസം ഭയങ്കര കൂടി കഴിഞ്ഞ് വഴക്കുണ്ടാക്കി. പിറ്റേ ദിവസം ഞാൻ രാവിലെ വിളിച്ചിരുന്നും പറഞ്ഞു എന്നോട് വഴക്കുണ്ടാക്കി. അപ്പം വഴക്കൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ സജീവിൻ്റെ ഫോണിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഫോൺ വന്നു പെണ്ണിൻ്റെതാണ്. അപ്പം ഞാൻ ചോദിച്ചു ആരാണെന്ന്. ഞാൻ ഇങ്ങനെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു, സജീവ് കണ്ടില്ല. അപ്പം പറഞ്ഞു അത് നമ്മൾ
ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ആ മനുഷ്യനാണ് വിളിച്ചത്. എന്നാൽ പിന്നെ എന്നെ അയാളുടെ ഫോണിങ്ങനെ പെണ്ണുങ്ങളുടെ ഒച്ചയായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ട് ഇങ്ങനത്തെ പെണ്ണുങ്ങളുടെ ഒച്ച കേട്ടത്, നിനക്ക് ഞാനിപ്പം വിളിച്ചു തരാം അയാളുടെ ആണോ എന്ന്. എന്നിട്ട് എൻ്റെ കാങ്ങ തന്നെ അയാളെ വിളിച്ചു. പക്ഷേ എനിക്ക് അന്നേരം ഞാൻ ശരിക്കും പെണ്ണിൻ്റെ ഒച്ച കേട്ടതാണ്. ഞാൻ അടുത്തുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞു. ആ പെണ്ണുങ്ങളുടെ ഫോട്ടോ മൊബൈലുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതെന്താ പ്രശ്നം? പെണ്ണുങ്ങളുടെ ഫോട്ടോ മൊബൈലിൽ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുക മേശപ്പുറത്ത്. ഞാനത് എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ ചെറുക്കന് ഫോണ് കയ്യിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനകത്തെ പോയി അവനറിയാം അത് പെരുമാറാനൊക്കെ. അവൻ പറഞ്ഞോ സിനിയോട് ഇങ്ങനെ? ഞാൻ എടുത്ത് കണ്ടു. ആരുടെ ഫോട്ടോ ആയിരുന്നോ? സലോമിയുടെ ഫോട്ടോയെ അവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ചെറുക്കൻ കണ്ടിട്ടുണ്ട് സലോമിയുടെ ഫോട്ടോയെ അയാൾ ഫോണിൽ കൊണ്ട് നടക്കുന്നത്. അവന് ഒരു ദിവസം പനിയായിട്ട് ഞങ്ങൾ മരുന്ന് മേടിക്കാൻ പോയി വഴിയിലിറങ്ങി നിന്നപ്പോൾ രാത്രിക്കാണ്. അപ്പം സജീവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇവൻ ഫോൺ എടുത്തിട്ട് പണിതുകൊണ്ടിരുന്നപ്പം സലോമിയുടെ ഫോട്ടോ കണ്ടു. അവന് എന്നെ കാണിക്കാൻ വന്നത് സജീവ് അത് പിടിച്ച് മേടിച്ചിട്ട് സജീവിൻ്റെ ഓഫാക്കി സജീവിൻ്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് ഈ സംഭവം എല്ലാം നടന്നു കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ കണ്ടു ആ ചേച്ചീനെ, അമ്മയ്ക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. എത്ര വയസ്സുണ്ട് മോനന്ന്? അന്ന് അവന് 11.5 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാരണം കൊണ്ടാണോ പിണങ്ങിപ്പോയത്? വൃത്തികെട്ട ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അല്ല, പിന്നെ സജീവ് പിന്നെ ഈ വീട്ടിൽ സജീവ് ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നുള്ള മട്ടിൽ എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറും. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ പറയുമ്പോൾ സജീവിന് അരിശം വരും. സജീവിൻ്റെ പൈസയൊന്നും കാണാനില്ല. പെര പണിയാൻ നേരത്തെ ഞാൻ എൻ്റെ മാലയും കൊച്ചിൻ്റെ മാലയും കൂടെ പണയം വെക്കാൻ കൊടുത്തു. 35,000 രൂപയ്ക്ക് കൊണ്ട് പണയം വെച്ച് വേറെ ആരോടും ചോദിച്ചു വിഷമിക്കണ്ടല്ലോ എന്നോർത്ത് കൊണ്ടുപോയി വെച്ചതാണ്. അത് എന്നെ കട്ടയൊക്കെ വെച്ചു ഒരുമാതിരി മണ്ടയൊക്കെ ഷീറ്റാണ് ഇട്ടത്. കുറേ പൈസയൊക്കെ സലോമിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ അറിയാം? സലോമിക്ക് കൊടുത്തു എങ്ങനെ അറിയാം? എന്നോട് പെങ്ങള് പറഞ്ഞു. ആരെ പെങ്ങള്? സജീവിൻ്റെ പെങ്ങള് അടുത്ത് താമസിക്കുന്നുണ്ട്. ആ സജീവിൻ്റെ പെങ്ങളെ നിങ്ങളെ തെറ്റിച്ചു വിടാനായിട്ട് പറഞ്ഞതായിരിക്കും? അല്ല, സജീവിൻ്റെ പെങ്ങളെ തെറ്റിച്ചു വിടാനൊന്നും പറഞ്ഞല്ല. സജീവിൻ്റെ കാര്യത്തിലൊക്കെ നല്ലവണ്ണം ഉത്സാഹിച്ചുകൊണ്ടിരുന്നത് പെങ്ങളായിരുന്നു, മൂത്ത പെങ്ങളും അളിയനും തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് സജീവ് ഇങ്ങനെയൊന്നും ആയി പോകരുതെന്ന് അവർക്ക് ഒത്തിരി ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. സജീവ് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്നും കാണത്തില്ല സജീവിന്. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ എന്തിനാ പിണങ്ങിപ്പോയി? പൈസ കൊടുക്കാത്ത കാരണമാണോ? പൈസ കൊടുക്കാത്ത കാരണമല്ല. സജീവ് ഇങ്ങനെ കണ്ടമാനം നടക്കുവാന്ന് ഞാൻ പറഞ്ഞു. സജീവിനോട് ഇങ്ങനെ നടക്കരുത്, നമുക്കൊരു കൊച്ചുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കൊച്ചിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പേഴ്സിൻ്റെ വെച്ച് കൊടുത്തു. അതൊക്കെ സജീവ് എന്ത് ചെയ്താൽ അതൊന്നും വെക്കുകയൊന്നും ഇല്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് ഈ കൊച്ചിനെ കാണുമ്പോഴെങ്കിലും സജീവ് ഈ തോന്നിവാസം നിർത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ സജീവ് ഏത് നേരം ഈ പെണ്ണിനെ വിളിയാണ്. എന്നിട്ട് എന്നോട് പറയും കൂട്ടുകാരനെയാണ് വിളിക്കുന്നതെന്ന്. എഴുന്നേറ്റോ, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ ഏത് നേരം അന്വേഷണമാണ്. എന്നിട്ട് ഞങ്ങൾ കിടക്കുമ്പം സജീവ് വലിയ ഓർക്ക പാട്ട് വെച്ചിട്ട് ഫോൺ സൈലൻ്റ് ആക്കി ഇടും. എന്നിട്ട് കോള് വരുമ്പോൾ ഒച്ചയൊന്നും കേൾക്കുവല്ല. ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സജീവ് മോശമായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം സജീവ് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പോകും, നല്ല രീതിയിൽ ജീവിച്ചോളാമെന്നെല്ലാം പറഞ്ഞ് അന്നേരം ഞാൻ പിണങ്ങിപ്പോയി. വീട്ടിൽ പോയി ഒരാഴ്ച നിന്നു. അപ്പം നല്ല രീതിയിൽ ജീവിച്ചോളാമെന്നെല്ലാം പറഞ്ഞ് സജീവ് പിന്നെ വന്ന് വിളിച്ചോ? വീട്ടിൽ ഫോൺ വിളിച്ചു. അന്നേരം ചാച്ചനും അമ്മയുടെ അനിയത്തിയുടെ പിള്ളേരും എല്ലാവരും കൂടി എന്നെ കൊണ്ടുവന്ന് ആക്കിയത് അവരുടെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടുകാരെ അയാളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് സജീവ് ഈ പെണ്ണുപിള്ളയുടെ പുറകെ പോയി. ഒരു ദിവസമൊക്കെ അവരുടെ വീട്ടിൽ പോയി കിടന്നിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി നിന്ന് കഴിഞ്ഞപ്പം സജീവ്
ആ പെൺപിള്ളേനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സജീവ് ആ പെൺപിള്ളേനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു? സജീവും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് സജീവ് ആ പെൺപിള്ളേനെ 3-4 ദിവസത്തിനുള്ളിൽ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇവർ വലിയ കുഴപ്പമൊന്നുമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു 2 വർഷമായി പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട്. ഈ ഒരു ദിവസം പെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പെണ്ണിനെയും കൊണ്ടായി ഇവൻ വരുന്നത്. അന്ന് സിമി ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഈ പെണ്ണിനെയും കൊണ്ട് വരുമായിരുന്നു. പിന്നെ അവരിവിടെ വന്ന് ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു. ഓട്ടോക്കാരൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് ഇവർ ഇവിടെ ചെറിയ തോതിലൊക്കെ വഴക്ക് തുടങ്ങി കഴിഞ്ഞ് പിന്നെ ആ പെണ്ണെന്നാലും ഈ സജീവ് ഈ പെണ്ണിനെയും കൊണ്ട് പോയി കഴിഞ്ഞും ആ പെണ്ണിവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവരെയൊക്കെ പേടിയായിരുന്നു. അന്നേരം ഞങ്ങളോട് പറയുമായിരുന്നു, ഞാൻ വല്ല കാർച്ചം കേട്ടാൽ ഞങ്ങൾ കയറി വന്നേക്കണം, ഇവൻ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുമായിരിക്കും, വല്ല കാർച്ചം കേട്ടാൽ കയറി വരണമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പെണ്ണ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവരുടെ അമ്മയോട് പറഞ്ഞു, ഇവിടെ കയറ്റരുത്, ആ പെണ്ണിനെ കയറ്റരുത്, നിങ്ങളുടെ മകനെ കയറ്റുന്നതിന് കുഴപ്പമില്ല, കയറ്റരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പഞ്ചായത്തിലൊക്കെ ചെന്ന് നിങ്ങൾ പറഞ്ഞാൽ. അന്നേരം തള്ളേ അവൻ്റെ സൈഡായിരുന്നു. അമ്മായിമ്മ ഒന്നും പറഞ്ഞില്ല? അമ്മായിമ്മ അവളെ നല്ല പെണ്ണാണെന്നും പറഞ്ഞ് സ്വീകരിച്ച് കയറ്റുകയാണ് ചെയ്തത്. അന്നേരം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ആര് കൊടുത്തു? എൻ്റെ വീട്ടുകാരാ. സജീവിനെ വിളിപ്പിച്ചു. ആ പെണ്ണുപിള്ളേനെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. അങ്ങനെ സജീവ് ആ പെൺപിള്ളേനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. എന്നോട് പറഞ്ഞു ഈ സജീവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ. അങ്ങനെ ഞാൻ പിന്നെ സജീവിൻ്റെ വീട്ടിൽ ചെന്നു. സജീവ് ഭയങ്കര സ്വീകരണമൊക്കെ തന്നു. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ സജീവ് അവിടെ ഈ പെൺപിള്ളേനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ വന്ന് കയറിയെന്ന്. ഞാൻ പുറകിൽ ചെന്ന് നിൽക്കുമ്പം സജീവ് ഇറങ്ങി വന്നൊന്നുമില്ല, വെളിയിലേക്ക്. ഞാൻ പുറകിൽ ഇങ്ങനെ ഞാൻ ആദ്യം കയറി ചെന്നത് ഞങ്ങളുടെ മുറിയിൽ കയറി ചെന്നപ്പോൾ സജീവ് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് കസേരയിലിരിക്കുക. ഞാൻ അപ്പം കേട്ടു അവർ വന്ന് കയറിയെന്നൊക്കെ പറയുന്നത്. അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ ആ പെണ്ണുമായിട്ട്? ഞാനും ഇല്ല. പക്ഷേ ഞാനൊരു ദിവസം ഫോണെടുത്ത് അവളുടെ നമ്പറിലേക്ക് കോള് വിട്ട് ഉടനെ അവൾ വന്ന് എടുത്തു കഴിഞ്ഞപ്പം ഞാൻ വർത്താനൊന്നും പറഞ്ഞില്ല. ഞാൻ അതേപോലെ അങ്ങ് വെച്ചിട്ട് സജീവ് വന്നപ്പം പറഞ്ഞു, ഞാൻ ചാച്ചനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പം അവൾ ഒരു നമ്പറിലേക്ക് കോള് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം സജീവ് പറഞ്ഞു ആടിനെ കെട്ടാൻ പോകാൻ പറഞ്ഞു. ആട് മാറ്റി കെട്ടാൻ പറഞ്ഞേ. കുറേ ആടുകളുണ്ടായിരുന്നു വീട്ടിൽ, അതിനെ മാറ്റി കെട്ടാൻ പറഞ്ഞു. ഞാൻ ആടിനെ മാറ്റി കെട്ടാൻ പോകുന്ന പോലെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് പോയതുപോലെ തന്നെ ഇങ്ങനെ കയറി വന്നു. അപ്പം സജീവ് ഫോൺ എടുത്തിട്ട് എൻ്റെ കുടുംബം വർത്താനം സംസാരിച്ചത്. അന്നേരം അപ്പുറത്തുനിന്ന് ചോദിച്ചതെന്നാണ് തോന്നുന്നത്. മനസ്സിലായില്ലെന്ന് സജീവ് പറയുന്നത് ഞാൻ കേട്ടു. സജീവ് ഈ പെണ്ണുമ്പിള്ള ഉണ്ടായിക്കഴിഞ്ഞാൽ വഴക്കൊക്കെ കൂടുതലായത്. സജീവിന് ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. അത് എനിക്കിഷ്ടമല്ല. കണ്ട വൃത്തികേടുള്ള പാടങ്ങളൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ. സിനി കണ്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുള്ള ഒരു പെങ്കൊച്ച് ഒരു 35 വയസ്സ് 40 വയസ്സ് ഒന്നിക്കുന്ന ഒരു ആണും കൂടെയുള്ള വൃത്തികെട്ട പടമൊക്കെ കാണുന്ന സജീവിന് വലിയ ഇഷ്ടം തോന്നും. എനിക്ക് അങ്ങനെയൊന്നും തോന്നുകയില്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പോലെയൊക്കെ തോന്നുള്ളൂ. അയ്യോ, ഇതൊക്കെയാണ് ഇഷ്ടപ്പെടാതെ വന്നത്. ഇനി പൊരുത്തപ്പെടാൻ പറ്റത്തില്ലേ? എനിക്ക് സജീവിൻ്റെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമല്ല. അതെന്താ? സജീവ് 2 വർഷമൊക്കെ ആകാറായി ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആ പെണ്ണ് ഞാൻ വനിതാ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പെരുവന്താനത്ത് നടത്തിയ അദാലത്തിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സജീവ് വന്നില്ല. തിരിച്ച് വരുമ്പം ആ മാഡം എന്നോട് പറഞ്ഞു, അവരൊന്നിച്ച് താമസിക്കുന്ന തെടനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിപ്പിച്ച കഴിഞ്ഞ കൊല്ലം ഞാൻ പിരിഞ്ഞ പിന്നെ സജീവിനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് കൊച്ചിനെ പള്ളിക്കൊടുത്തി വിടണം. ഈ സജീവ് അത് കഴിഞ്ഞ് എന്നെ അപ്പനും അമ്മയും ഉള്ള വയസ്സായവരാണ്, അവർ മാത്രമുള്ള വീട്ടിൽ എന്നെ ഇട്ടിട്ട് ആ പെണ്ണും അവരുടെ കൂട്ടത്തിൽ പോയി താമസിച്ചു. അപ്പോൾ എനിക്ക് എത്ര നാള് ആ താമസമായി 1.5 വർഷം നീണ്ടത്. അന്നേരം എനിക്ക് ഈ കാരണവന്മാരെ നോക്കണം,
അവർക്ക് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കണം. എൻ്റെ കൊച്ചിന് ആരാ ചെലവിന് കൊടുത്തത്? ഞാൻ അവരെ 1 മാസത്തോളം അവിടെ ജീവിച്ചു. ഞാൻ പണി ചെയ്ത് അവർക്ക് ചെലവിനുണ്ടാക്കി കൊടുത്തു. എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു? എനിക്ക് അവിടെ ഒരു മൂത്ത പെങ്ങൾ എനിക്കൊരു പണി, എന്ത് പണി? അവിടെ ഒരു വീട്ടിൽ ഞാൻ ആ പണിത് പൈസയും കൊണ്ട് ഈ കാരണവന്മാരെ നോക്കി അതിൻ്റെ കാരണവന്മാർക്കും എൻ്റെ കൊച്ചിനുമുള്ള ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയിരുന്നു. ഇയാൾ 1.5 വർഷമായിട്ട് തിരിച്ച് വന്നിട്ടേ ഇല്ല? എനിക്ക് ഒന്നും തന്നിട്ടില്ല. വന്നിട്ടുണ്ടോ വീട്ടിലേക്ക്? ഞാനുള്ളപ്പോൾ വന്നിട്ടേ ഇല്ല വീട്ടിലേക്ക്. അല്ല, ഇല്ലാത്ത സമയത്ത് അച്ഛനമ്മയെ കാണാൻ വരാറുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പോന്നു കഴിഞ്ഞാൽ ഞാൻ 1.5 മാസം അവിടെ നിന്ന് പണിയൊക്കെ ചെയ്ത് ആ സമയത്തൊന്നും ഇയാൾ ആ വീട്ടിൽ വന്നിട്ടില്ല. എത്ര കാലം അവർ അച്ഛനമ്മയെ നോക്കി സീനി? ഞാൻ 1.5 മാസം അന്നേരം നിന്നുള്ളൂ അവിടെ. 1.5 മാസം നിന്നുള്ളൂ? അന്നേരത്തേന് അമ്മ എന്നോട് പിന്നെ വഴക്കായി, നീ കൊച്ചിനോട് അതും ഇതും പറയാൻ തുടങ്ങി, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, നിൻ്റെ അമ്മ എന്നാ കിട്ടാനാണ് ഇവിടെ കിടക്കുന്നത്, നിൻ്റെ അച്ഛൻ പോയി നല്ല കുടുംബമായിട്ട് നല്ല സുഖമായിട്ട് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനാ അപ്പടി വിഷമമായ. അന്നേരം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ചാച്ചൻ തന്നെയേ ഉള്ളൂ, ഒരു വീടും ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ വഴക്കും കേട്ട് ഇവിടെ പിന്നെ ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണോ കളഞ്ഞിട്ട് പോയത്? ഇതൊക്കെയാണ് കാരണം കളഞ്ഞിട്ട് പോകാൻ. അതിനിടയ്ക്ക് അവിടുത്തെ അച്ഛനാണെങ്കിൽ ആ ഇടയ്ക്ക് ഒരു ദിവസം പ്രഷറൊക്കെ കൂടി ഇങ്ങനെ തളർന്നതുപോലെയായി. ഇവരെ ഒക്കെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ നേരത്തൊക്കെ എൻ്റെ കയ്യിലും പൈസയൊക്കെ ചിലവായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഈ കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോയി കിടക്കുന്ന മകന് ഇവർക്ക് ചിലവിന് കൊടുക്കേണ്ട ഇവന് മകൻ്റെ ഉത്തരവാദിത്വമല്ലേ. അതിന് അവിടെ വന്നതിന് ശേഷം തിരിച്ചു പോയിട്ടില്ല? ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയിട്ടില്ല. പിന്നെ കൊച്ചിനെ പള്ളിക്കൂടത്തിൽ വിടണം. ഇവിടെ ഈ പെണ്ണും ഞാൻ പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സജീവ് ആ പെണ്ണുമ്പിള്ളയെ കൂട്ടി സജീവിൻ്റെ വീട്ടിൽ വന്ന് താമസം തുടങ്ങി. അമ്മയുടെ ഇഷ്ടത്തിന് അവിടെ താമസിച്ചു. അമ്മ പറയുന്നത് ആ പെണ്ണാ നല്ല പെണ്ണ്, അമ്മേനെ സജീവും അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു ആ പെണ്ണാ നല്ല പെണ്ണ് അങ്ങനൊക്കെ. എനിക്ക് അവിടെ വെച്ച വാക്കായി ഭയങ്കരമായിട്ട് വയറ്റുവേദന അങ്ങനെ ഉള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് വയറ്റുവേദന? യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. എനിക്ക് വയ്യാതായപ്പോഴാണ് വേറെ പെണ്ണിനെ നോക്കിയിട്ട് പോയത്. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കുന്ന പോലെയേ ഉള്ളൂ സിനിയോട് സംസാരിക്കുന്നത്. ഇനി സിനിയുടെ അനിയത്തിയൊന്നുണ്ട്, അതിനേക്കാൾ കൊച്ചു, അവർ വിളിക്കാം നമുക്കിപ്പോൾ. CJ അല്ലേ? അതെ. സ്വന്തം സഹോദരിയാണ്? അതെ അതെ. 3 പേരാണ്. ചേച്ചിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ചേച്ചി പൊതുവെ വലിയ ഒരു സൈലൻ്റാ, ആർക്കും ഉപദ്രവമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലല്ലേ? അവർക്ക് എന്താ ഇപ്പോൾ കുഴപ്പം? പുള്ളിക്കാരന് മെയിനായിട്ടുള്ള ഒരു അഭിഹിതമാണ്, അത് മെയിനായിട്ടുള്ള വിഷയം. ഇവരുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്? ഇവരുടെ വീട്ടിൽ വന്നായിരുന്നു, ഇവരുടെ വീട്ടിൽ കുറച്ചു കാലം താമസിച്ചു. അത് കഴിഞ്ഞ് വെച്ച് പുള്ളിക്കാരി കേസൊക്കെ ആയപ്പോഴത്തേന് പുള്ളിക്കാരി പോയി, പുള്ളിക്കാരനും അപ്പുറകെ പോയി. 2 പേരും പിന്നെ പുള്ളിക്കാരുടെ വീട്ടിലായിരുന്നു. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് ഇതിയാൻ്റെ വീട്ടിലോട്ടും വരും, അങ്ങനെയാണ്. ആ സ്ത്രീയെ വിട്ടോ? ബന്ധം എപ്പോഴും തുടരും? ബന്ധമുണ്ട്. ആ കാരണം കൊണ്ടാണ് തിരിച്ചു വന്നത് അല്ലേ? ചേച്ചിക്ക് ആരും വലുതായിട്ടൊന്നും ശ്രദ്ധിക്കലായിരുന്നു അല്ലേ ചേച്ചി? ഇല്ല. പുള്ളിക്കാരൻ മദ്യമൊക്കെ അടിക്കുന്നതുകൊണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കുവേ, അപ്പം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ചേച്ചി പേടിച്ചു പോയി. ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛന് മദ്യപിക്കുകയൊന്നുമില്ല. വില്ലേജിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് കെട്ടിച്ചു വിട്ടു കഴിഞ്ഞ് കാണുന്ന ഈ സംഭവമൊക്കെ. ഉപദ്രവം ഉള്ളതുകൊണ്ടാണ് പിന്നെ ചോദിക്കാതിരുന്നത്. സൈലന്റ് ആയ അതുവരെയ്ക്കും നല്ല വലിയ പൊതുവെ അങ്ങനെ ഒത്തിരി വർത്താനമൊന്നും ഇല്ല, ശാന്ത സ്വഭാവമാണ്. പിന്നെ ഈ പുള്ളീനെ പേടിയാ, ചേച്ചിക്ക് പേടിയാ. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്താ നിങ്ങൾ പറയുന്നത്? ചേച്ചി എന്ത് ചെയ്യണം? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് സുഖമില്ലാതെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ യൂട്രസ് എടുത്ത് കളഞ്ഞു, യൂട്രസിൽ മുഴയായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ? അവരുടെ വീട്ടിൽ വെച്ച് അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകുന്നൊന്നും ഇല്ലായിരുന്നു, പുള്ളിക്കാരൻ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അസുഖമൊക്കെ ഉണ്ടെന്ന്? പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളെ സഹായിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വയറ്റുവേദനയായിട്ട് ഞാനിങ്ങനെ കുഞ്ഞിക്കൂടിയൊക്കെ ഇരിക്കും.
അന്നേരം ഇന്ന് കൊണ്ടുപോകാം നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അല്ലാതെ കൊണ്ടുപോവുകയല്ല. എനിക്ക് തന്നെ പോകാനാണേലും രാവിലെ ഇയാളെ സഹായിക്കാൻ പോകുന്ന കാരണം എനിക്ക് രാവിലെ ഒന്നും പോകാൻ സഹായിക്കാൻ പോകും. ഇയാളെ തോട്ടത്തിൽ ഞാൻ വെളുപ്പിനെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, കഞ്ഞിയും കറിയും വീട്ടിലത്തെ പണിയും എല്ലാം ചെയ്തിട്ട് കൊച്ചിനെ ഒരുക്കി നിർത്തിയിട്ട് 8-8:30 ആകുമ്പോൾ തന്നെ ഇയാളെ സഹായിക്കാൻ പോകും. തോട്ടത്തിൽ പോകും റബ്ബർ വെട്ടാൻ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ 10-11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വന്നിട്ട് എനിക്ക് വീട്ടിൽ ആടും അങ്ങനെയൊക്കെ ഉണ്ട്. സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷമാണ് ഓപ്പറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ ഭർത്താവ് വന്നോ? ഇല്ല, വന്നില്ല. അവരാരും വന്നില്ല. ആരും വന്നില്ല. ഞാൻ പൈസ ഒന്നും തന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ 2000 രൂപ അയച്ചു തന്നു. ഞാൻ തന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും കൊച്ചിൻ്റെ കാര്യത്തിനൊക്കെ പൈസ ഉണ്ടാക്കുന്നതും എല്ലാം കൊച്ചിൻ്റെ പഠിത്തം എല്ലാം. അതെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ എനിക്ക് പിന്നെ 90 കഴിയാതെ പണിയാൻ പോകത്തില്ലല്ലോ. അപ്പം 90 കഴിയാൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അന്ന് വേറെ ചാച്ചനോടൊന്നും എനിക്ക് പൈസ ചോദിക്കാൻ മടിയാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളാണോ പഠിക്കുന്നത്? സ്കൂളുണ്ട്. നിങ്ങളൊക്കെ ഒരുമിച്ചാണോ താമസിക്കുന്നത്? അല്ല, ഞാൻ പാലായിലാണ്. വേറെ ആയിട്ട് കല്യാണം കഴിച്ചിട്ട്. ഇപ്പോൾ സിനിയുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ? അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ജോലിക്ക് പോകുന്ന ആളാണോ? അച്ഛന് നല്ലോണം പ്രായമായതാ. അച്ഛൻ എന്നാലും ജോലിക്ക് പോകും. ഇവര് അമ്മയും കൊച്ചും വീട്ടിലുണ്ടല്ലോ, ഇവർക്കും പറ്റുന്ന പോലെ ചെലവിനെ കൊടുത്ത് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും പോകും, ജോലിക്ക് പോകും. വിവാഹം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് ആദ്യമായിട്ട് ഇത് മനസ്സിലാവുന്നു ഈ ട്യൂമർ ഈ വയറ്റിൽ മുഴയുണ്ടെന്നുള്ള കാര്യം? ഒരു 10-12 വർഷമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷൻ കൂടുതലായി കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയപ്പം സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. ഈ സലോമിയായിട്ടല്ലേ ബന്ധമെന്ന് പറഞ്ഞത്? സലോമിക്ക് ഭർത്താവുണ്ടോ? എനിക്ക് അവരെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ അവരെ നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് കയറിയപ്പോഴൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. സജീവൻ എന്താ ജോലി ഇപ്പം? സജീവൻ ഇപ്പോഴും റബ്ബർ വെട്ട് തന്നെയാണ്. റബ്ബർ വെട്ട് തന്നെയാണ്. എപ്പോഴും വരുമാനമൊക്കെ ഉണ്ടോ? അന്നേരം വരുമാനമുണ്ട്. പിന്നെന്താ ഇതുവരെ കേസ് കൊടുക്കാൻ? എവിടെയെങ്കിലും കുടുംബ കോടതിയിലോ എല്ലാം ചെലവിന് ആവശ്യപ്പെട്ടെന്ന് കേസ് കൊടുക്കാൻ? ഏറ്റവും ചുരുങ്ങിയത് കുട്ടിയെങ്കിലും ആവശ്യപ്പെട്ട് ചെലവിന് കൊടുക്കാൻ 2 വർഷത്തിനിടയ്ക്ക്? എനിക്ക് വയ്യായിരുന്നല്ലോ. ഞാനിങ്ങനെ പിന്നെ ഈ ചാച്ചനല്ലേ ഉള്ളൂ എനിക്ക് ഇറങ്ങി പുറപ്പെട്ട് എല്ലാത്തിനും നടക്കാനും. ചാച്ചന് ഒന്നാമതെ ഓരോ പെണ്ണുങ്ങളെ കട്ടിച്ചതിൻ്റെ ആയിട്ടുള്ള കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനും പരാതി കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഉണ്ട്, നിലവിലുണ്ട്. ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ ആരാ പറഞ്ഞ? അത് വനിതാ കമ്മീഷനാണോ പറഞ്ഞത് അതോ പോലീസാണോ പറഞ്ഞത്? വനിതാ കമ്മീഷൻ ഇപ്പം സർക്കിളിന്റെ അടുത്ത് അന്വേഷണത്തിന് ഒരു കാർഡ് വിട്ടിട്ടുണ്ട്. പിന്നെ അത് ഈ കഴിഞ്ഞ ആഴ്ചയല്ല കിട്ടിയത്. ഇപ്പം പിന്നെ ഈ സിനിയുടെ ആവശ്യം എന്താണ്? ഇവിടെ വന്നതിന്റെ എന്താ അതിനകത്ത് സിനി ആഗ്രഹിക്കുന്നത്? ഇപ്പം സിനി എനിക്ക് ഭർത്താവുമായിട്ടുള്ള ബന്ധം തുടരാൻ താല്പര്യമാണോ? എനിക്ക് ഭർത്താവുമായിട്ടുള്ള ബന്ധം തുടരാൻ ഇഷ്ടമല്ല. വേറെ എന്ത് പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് അയാൾ എൻ്റെ പണയം വെച്ച സ്വർണ്ണമൊക്കെ എടുത്തു തരണം. പിന്നെ എനിക്ക് എൻ്റെ കൊച്ചിന് പള്ളിക്കൂടത്തിൽ ഒരു റേഷൻ കാർഡ് ഒരു കോപ്പിക്ക് ആവശ്യം വന്നിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചു. ഇയാൾ എപ്പോഴും സിമ്മ് മാറ്റിക്കൊണ്ട് നടക്കും. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയല്ല. അങ്ങനെ ഞാൻ മൂത്ത പെങ്ങളോടെ ഇയാളുടെ ഫോൺ നമ്പർ മേടിച്ച് അയാളെ വിളിക്കുമ്പോഴാണ് വേറൊരു മനുഷ്യനാണ് ഫോൺ എടുക്കുന്നത്. എന്നോട് ചോദിക്കും സിമ്മിയുടെ ആരാണെന്ന്. അപ്പം പിന്നെ ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചീനെ കൊണ്ട് ഇങ്ങനെ വിളിപ്പിച്ചു. അപ്പോൾ സജീവ് എടുത്ത് കഴിഞ്ഞാൽ സജീവാണോ എന്ന് ചോദിച്ചപ്പം അവർക്ക് ഒച്ച കേട്ടപ്പോൾ സജീവിനെ മനസ്സിലായി. അന്നേരം സജീവ് പറഞ്ഞു ഫോൺ നമ്പർ തെറ്റിയതാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഈ പിന്നെ സജീവ് ഇനി ഏതെങ്കിലും പൂർണ്ണമായിട്ട് ഈ സലോമി ഉപേക്ഷിച്ച് പരസ്ത്രീ ബന്ധം ഉപേക്ഷിച്ച് ഇനിയും സിനിക്കത് ഒരു ബന്ധം തുടരുന്നതിന് താല്പര്യം, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ മകൻ്റെ ഭാവിയെങ്കിലും ഓർത്ത് അത് ചെയ്യാൻ തയ്യാറാണോ എന്ന് അറിയേണ്ടത്. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നത് അത് നല്ല കാര്യമല്ല. കാര്യം ചെയ്താൽ ഈ നിങ്ങൾ കൊടുത്തത് കിട്ടി വിവാഹം എന്ന് വേർപെടുത്തുന്ന കാര്യത്തിന് അത് ഞങ്ങൾക്ക് വലിയ യോജിപ്പൊന്നുമില്ല, അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിപ്പം അഥവാ ഇനി സംഭവിച്ചത് ശരിയാണെങ്കിൽ പോലും മേലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലെന്ന് അയാളുടെ കൂടെ ഒരു ഉറപ്പ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ രേഖപ്പെടുത്തുക. അത് ഉറപ്പ് രേഖപ്പെടുത്തി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ബന്ധം തുടരാൻ താല്പര്യമുണ്ടെന്ന്. ഏറ്റവും പ്രധാനം ഈ കുട്ടിയുടെ ഭാവിയാണ് അതിനകത്ത്. നിങ്ങൾ രണ്ട് കൂട്ടെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മകനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ഈ സജീവിന് മകനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതൊക്കെ ഉണ്ടായിക്കോളും. അതെന്തായാലും അച്ഛനും മകനും അല്ലേ, അതെന്തായാലും ഉണ്ടായിക്കോളും. അയാൾ 14 വയസ്സിലോട്ട് പ്രവേശിക്കില്ലേ മകൻ? 9-ലല്ലേ പഠിക്കുന്നത്? 9-ലല്ലേ? എത്രല്ല പഠിക്കുന്നത്? 8-ല. അന്നേരം സ്വാഭാവികമായിട്ടത് വരും. അയാൾക്ക് എന്തായാലും മകനെ ഉപേക്ഷിക്കാനൊക്കത്തില്ല. അതുകൊണ്ട്
ഇപ്പം ഒരുപക്ഷെ അച്ഛൻ്റെ ആ സ്വഭാവം അയാളെ ഈ മകൻ അറിയാവുന്നതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. മേലിലൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് അതാണ്. അതൊരു ഉറപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഉറപ്പ് ആവശ്യമാണ്. കാര്യം ഒരു സ്ത്രീക്കും ഒരു ഭാര്യയ്ക്കും പരസ്ത്രീ ബന്ധം അനുവദിക്കാൻ പറ്റത്തില്ല, അത് കണ്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. വേറൊരു പെണ്ണിനെയും കൊണ്ട് 1.5-2 വർഷത്തോളം അവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കുകയും ഞാൻ ആ സജീവിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ല. പോകാനുള്ള സാഹചര്യം ഇപ്പം അങ്ങനെ പോകുന്നൊന്നും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മളൊരു പരിഹാരത്തിന് നിങ്ങളിവിടെ ശ്രമിക്കുന്നത്, ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. ഈ കൈരളി TV-ക്ക് പരാതി കൊടുക്കാൻ തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നതിന് ഉദ്ദേശിച്ചല്ലേ ചെയ്തത്? അങ്ങനല്ലേ? അതല്ലേ, അതാ ചോദിച്ചത്. നിങ്ങൾക്ക് ആവശ്യം ഈ കൊച്ചിന് പഠിക്കാനുള്ള ചിലവിനുള്ള പൈസ വേണം. ഈ കൊച്ചിന് ചിലവിന് പഠിക്കാനും ഒരുപാട് പൈസയൊക്കെ ആവും. ഇനി മുന്നോട്ട് പഠിച്ചു പോകുമ്പം അച്ഛനെ കൊണ്ട് തന്നെ പറ്റത്തില്ല. അച്ഛനെ കൊണ്ട് പറ്റത്തില്ല, അച്ഛൻ വയ്യാതിരിക്കുന്നത്. പിന്നെ ചേച്ചി പണിതാൽ ഇത്ര കുറച്ചല്ലേ വരുമാനമുള്ളൂ, ചേച്ചിനെ കൊണ്ടും പറ്റത്തില്ല. ഈ കൊച്ചിന് തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനുള്ള പൈസ ചിലവുണ്ട്, അത് വേണം. പിന്നെ ഇവർക്ക് പണിയെടുത്ത് മുന്നോട്ട് അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബ ബന്ധവും നല്ല ശിഥിലാവുമല്ലേ ഇവിടെ. അതുകൊണ്ട് ഈ ചിലവിന് തരാൻ അയാൾ ബാധ്യസ്ഥരാണ്. അത് കിട്ടും, എവിടെ പോയാലും കിട്ടാൻ സംശയമില്ല. അതിനകത്ത് എത്ര കിട്ടുമെന്ന് മാത്രത്തിലേ ഉള്ളൂ സംശയം. ചിലവിന് കിട്ടാൻ അച്ഛനെന്നുള്ള രീതിയിൽ മകനെ പഠിപ്പിക്കാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഭാര്യയ്ക്ക് ആവശ്യമായ ചിലവിന് കൊടുക്കാനും അയാൾ ബാധ്യസ്ഥനാണ്. പക്ഷെ അതുകൊണ്ട് കുടുംബ ബന്ധം അവിടെ വെച്ച് ശിഥിലമാകല്ലേ. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബ ബന്ധം ശിഥിലമാക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾക്ക് പറ്റാവുന്ന ഒരു തെറ്റായിരിക്കും. അയാൾ ചിലപ്പം എന്തെങ്കിലും ഒരു പ്രേരണയിൽ ഒരു പരസ്ത്രീ ബന്ധത്തിന് ശ്രമിച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ മുമ്പാകെ കൈരളി TV-യുടെയൊക്കെ ഈ ഇപ്പം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ മുമ്പിൽ ഭർത്താവ് നിങ്ങളുടെ സജീവ് ഒരു ഉറപ്പ് തന്നു കഴിഞ്ഞാൽ മേലിൽ ഈ ബന്ധം തുടരത്തില്ല, ഭാര്യയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ച് മര്യാദയ്ക്ക് ജീവിച്ചുകൊള്ളാവുന്ന ഒരു ഉറപ്പ് തന്നാലെങ്കിലും. സജീവിന്റെ ഉറപ്പൊന്നും അത്ര വലിയ നല്ല ഉറപ്പൊന്നും അല്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. അതെങ്ങനെ തുടരാമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന. ഞങ്ങൾക്ക് അവിടെയാണ് ഞങ്ങളെ വിജയം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വരുന്നവരെല്ലാം ഒരുമിച്ച് ചേർത്തി അയക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരും പിരിക്കണമെന്നല്ല. അതിനുള്ള ഏറ്റവും നല്ലൊരു നിർദ്ദേശമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഞങ്ങൾ നിങ്ങളോട് യോജിക്കുകയാണ്. പരസ്ത്രീ ബന്ധം ഒരു ഭാര്യയ്ക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് സത്യമാണത്. അതൊരു തെറ്റുപറ്റി പോയി എന്നുള്ളത് അവർ അംഗീകരിച്ചിട്ട് ചെറിയ മനസ്സുണ്ടോ ഞങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പ്, നിങ്ങളുടെ മുമ്പാകെ വെച്ച് ഞങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പ് അത് രേഖപ്പെടുത്തി അയാളെ കൊണ്ട് സമ്മതിപ്പിച്ച് അയാൾ സമ്മതിച്ചാൽ ഒരുമിച്ച് പോയി താമസിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം, നിങ്ങൾ മകൻ്റെ ഭാവിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങളെ മകൻ ആണാണ്, അവൻ വിവാഹം കഴിച്ച് അവൻ എങ്ങനെ തരുമെന്ന് അറിയാൻ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുമല്ലോ സജീവിൻ്റെ. നിങ്ങൾ വിചാരിക്കണ പോലെ ഈ പൈസ കിട്ടലും ഇതൊന്നും അത്ര ഇതല്ല. എല്ലാം കോടതി എല്ലാം ഇത് ചെയ്താലും അവർ തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കാത്തൊരു വ്യക്തി നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചെലവിനും കുട്ടിക്ക് തരും എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു തെറ്റ്. അപ്പൊ അതുകൊണ്ട് അയാളോട് ക്ഷമിച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു ചാൻസ്. അയാൾ എൻ്റെ സ്വർണ്ണം എടുത്ത് തരണ്ടല്ലേ, പണയം വെച്ചിട്ട് ഇങ്ങനെ കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ട് പൈസ കൊടുക്കാതെ അത് ബാങ്കിൽ നിന്ന് ജപ്തിയായി പോകാതെ അയാൾ അത് എടുത്തു തരേണ്ടതല്ലേ. നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഭർത്താവ് വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായ തെറ്റുകൾ അയാൾ സ്വയം മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിന് അയാൾ തയ്യാറാവുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലതിപ്പോൾ. സജീവുമായി പൊരുത്തപ്പെടാനാകാത്ത സിമിയുടെ കാരണങ്ങൾ നമുക്ക് ബാലിശമായി തോന്നാം. ഒരു പക്ഷേ അത് നമ്മുടെ കാപട്യം കൊണ്ട് തോന്നുന്നത് മാത്രമായിക്കൂടെ? സജീവൻ്റെ മനസ്സുകൂടി അറിഞ്ഞാലേ ഈ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. കാത്തിരിക്കാം ജീവിതം സാക്ഷിയുടെ അടുത്ത അധ്യായത്തിനായി. നന്ദി.